നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മ വന്നു. അമ്മ ഹരിദ്വാറിൽ പോയിരിക്കാന്ന്. കുറച്ചു ദിവസത്തെ ഭജനം കഴിഞ്ഞു വരും. വളരെ മോശം രീതിയിലായിരുന്നു നമ്മൾ വഴക്കുകൂടിയത്. നന്ദേട്ടൻ എന്റെ സ്ഥാനത്തൊന്നും ചിന്തിച്ചു നോക്കൂ. ഞാൻ ചിന്തിക്കാം, പക്ഷേ നീ എന്റെ സ്ഥാനത്ത് നിന്നുകൂടി ചിന്തിക്കണം. കുറെ കാലം നല്ലൊരു ജീവിതം കിട്ടി. ചിലപ്പോ അത്ര വിധിച്ചിട്ടുണ്ടാവുള്ളൂ. ഇനി കരയാനായിരിക്കും എന്റെ വിധി. എന്തിനാ അരുണിമ നമ്മൾ ഓരോന്നുണ്ടാക്കി വെച്ചിട്ട് വിധിയുടെ തലയിൽ കൊണ്ടുവെക്കുന്നത്? ഞാൻ എവിടെ വേണേ സത്യം ചെയ്യാം, നീ അല്ലാതെ ഒരു പെണ്ണും എന്റെ മനസ്സിലില്ല. പിന്നെ ചില കടപ്പാടുകൾ വന്നുപോയി. റാണിയുടെ പിതൃത്വം എനിക്കാണ്. അഞ്ജന എന്റെ ജീവിതത്തിൽ ആദ്യകാലത്ത് കടന്നു വന്ന ആളാണ്. ഒക്കെ ഞാൻ ഇയാളോട് തുറന്നു പറഞ്ഞിട്ടുള്ളതാണല്ലോ. നിന്നെ ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ വഞ്ചിച്ചിട്ടില്ല. ഇത് സത്യമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാ. എന്നെ വിട്ട് പുതിയ ജീവിതം തേടി പോവെന്നുള്ള പേടി. അത് നിന്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ നിറഞ്ഞു കഴിഞ്ഞതുകൊണ്ടാ. അതിന്റെ കുഴപ്പമാണ്. പൂജ എന്ന അഞ്ജനയെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. ചിലപ്പോ അനുഭവത്തിൽ കൂടി തന്നെ മനസ്സിലാവും. കമ്മീഷണറോ കമ്മീഷണറുടെ ആളുകളോ ചിലപ്പോൾ പ്രതികാരം കാണിക്കുന്നത് ചിലപ്പോൾ അമ്മയുടെ ആയിരിക്കും. അപ്പൊ മനസ്സിലാവും അമ്മയ്ക്ക് കാര്യങ്ങൾ. നീ കാര്യങ്ങൾ കുറെ കൂടെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയാം. ഞാനും മനസ്സിലാക്കി. അരുണിമേ, നമ്മൾ തമ്മിൽ ഒരു വഴക്ക് വേണ്ട. നമ്മളിപ്പോ ഒരു മുത്തച്ഛനും മുത്തച്ഛിയോ. നമ്മൾ വഴക്കുകൂടി ആ വഴക്ക് ചെറുമകൾ കാണാൻ അവസരം ഉണ്ടാക്കരുത്. എല്ലാം നമുക്ക് മറക്കാം. കം. മോളെ, നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? എനിക്ക് ഭക്ഷണം വേണ്ട ചേച്ചി. അയ്യോ മോളെ, അതെങ്ങനെ ശരിയാവും? ശരീരത്തിന്റെ വളർച്ചയ്ക്ക് പോഷകാഹാരം വളരെ അത്യാവശ്യമാ. ഇനിയും കോടതിയിൽ കേസിന് പോവേണ്ടതല്ലേ മോളെ? ശരീരമൊക്കെ നല്ല ഫിറ്റ് ആയിരിക്കണം. മോളെ ആഹാരം കഴിക്ക്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? കാര്യം പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? എടി, ആരോടാടി നിന്റെ ഈ വാചകം? നോക്ക്, എന്റെ നേർക്ക് ഒച്ച വെച്ചാ നിന്റെ ഈ നാവ് ഞാൻ പിഴുതെടുക്കും. കുറച്ചൊന്ന് അയഞ്ഞു തരുമ്പോ നീ എന്റെ തലയിൽ കയറി നിറങ്ങുന്നു. പറഞ്ഞതനുസരിച്ച് ഇവിടെ നിന്നോണം, ഇല്ലെങ്കിൽ ചവിട്ടിക്കൂടുതിനെ ഭിത്തിയിലൊട്ടിക്കും. ചേച്ചി, കഴിഞ്ഞ തവണ ഞാൻ നിനക്ക് വാണിംഗ് തന്നതാ. അതും നിനക്ക് മനസ്സിലായില്ല. സോറി ചേച്ചി. സോറി ഒന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ അച്ഛനാണെങ്കിലും ശരി, ഞാൻ പറയുന്നത് അനുസരിച്ച് നിന്നില്ലെങ്കിൽ അന്ത്യമായിരിക്കും. ഞാൻ അനുസരിച്ചോളാം. ശരി, ഗുഡ്. ഇനി ഞാനൊരു കാര്യം പറയാം. ഞാനൊരു കുട്ടിയെ കൊണ്ടുവരാം. നീ അതിനെ വളർത്തിക്കോണം. എവിടുന്ന ചേച്ചിക്ക് കുഞ്ഞ്? ഞാൻ പ്രസവിക്കുന്നു വിചാരിച്ചോ? എടി, ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ടുവരുന്ന കുഞ്ഞ്. ചേച്ചി, കുഞ്ഞിനെ അടിച്ചു മാറ്റി കൊണ്ടുവരാനോ? ചേച്ചി എന്തൊക്കെയാ പറയുന്ന? ആരുടെ കുഞ്ഞിനെ കൊണ്ടുവരുന്നോ? അതൊക്കെ നീ കുഞ്ഞിനെ കൊണ്ടുവരും പറഞ്ഞാ മതി. ചേച്ചി, കുഴപ്പമാവോ ചേച്ചി? എനിക്കെതിരെ അർജുൻ സാർ കേസ് കൊടുക്കുന്നൊക്കെയാ കേട്ടത്. അതൊന്നും നീ വിശ്വസിക്കണ്ട. അതുമല്ല, അർജുനും പൂജയ്ക്കും ഇനി അധികം ആയുസില്ല. 1-2 ദിവസത്തിനകം ചില വാർത്തകളൊക്കെ കേൾക്കാം. നീ അതൊന്നും കേട്ട് വിഷമിക്കണ്ട. നീ ഇവിടെ സുഖമായിട്ട് ജീവിക്കണം. മനസ്സിലായോ? മനസ്സിലായി. എടുത്തു കഴിച്ചോ.
തന്നെ ഇമ്മീഡിയറ്റ്ലി ഡിസ്മിസ് ചെയ്യാൻ വേണ്ടത്. ഉത്തരവാദിത്വം ഇല്ലാത്തവൻ. ഇരിക്കുന്ന കസേരയോടോ ഇട്ടിരിക്കുന്ന യൂണിഫോമിനോടോ ആത്മാർത്ഥതയില്ല. വ്യക്തിവൈരാഗ്യം തീർക്കാനും ഈഗോ കാണിക്കാനും വേണ്ടി മാത്രമാ തന്നെ പോലുള്ളവർക്ക് പോലീസ് ഉദ്യോഗം. നല്ലവരായ പോലീസുകാർക്ക് നിന്നെ പോലുള്ള ഗുണ്ട പോലീസുകാർ അപമാനമാണ്. സർ, സ്വാതി റെസ്ക്യൂ ഹോമിൽ നിന്ന് പോയതിന് ഞാനെങ്ങനെ ഉത്തരവാദിയോ? ഞാനങ്ങനെ ഉത്തരവാദി ആവുന്നോ? തനിക്കായിരുന്നില്ലേ അവളുടെ ഫുൾ ചാർജും? നീയല്ലേ അവളെ റെസ്ക്യൂ ഹോമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശുപാർശ ചെയ്തത്? നിന്റെ ചുമതലയിലല്ലേ അവളെ അങ്ങോട്ട് അയച്ചത്? പക്ഷെ സർ, അവള് പ്രായപൂർത്തിയായവളാ. അവൾക്ക് ഇഷ്ടമുള്ള സമയത്ത് എവിടെ വേണോ പോവാം. അവൾ ഒരു കേസിലും പ്രതിയല്ലല്ലോ. എടോ, താൻ എന്നോട് ന്യായം പറയണോ? തനിക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു അർജുനെതിരെ ആ പെണ്ണ് കൊടുത്തത് കള്ളപ്പരാതിയാണെന്ന്. അർജുൻ അല്ല യഥാർത്ഥ പ്രതിയെന്ന് തനിക്കറിയാമായിരുന്നു. പുറകിൽ വേറെ ആരോ ആണെന്നും തനിക്കറിയായിരുന്നു. മനഃപൂർവ്വം അർജുനെ കൊടുക്കാൻ വേണ്ടി താൻ നീക്കങ്ങൾ നടത്തി. അതിൽ താൻ വിജയിക്കുകയും ചെയ്തു. പക്ഷെ ന്യായവും സത്യവും അർജുന്റെ ഭാഗത്തായതുകൊണ്ട് അവന് നീതി കിട്ടി. എന്തായാലും ശരി, തനിക്കെതിരെ ഞാൻ നടപടിക്ക് ശുപാർശ ചെയ്യാൻ പോവാ. സർ, അർജുൻ സാറിന്റെ കൂട്ടുകാരനാണെന്ന് കരുതി അയാൾക്ക് വേണ്ടി ആവശ്യമില്ലാതെ സാർ ഇങ്ങനെ ഇടപെടരുത്. താൻ മിണ്ടിപ്പോരുത്. നോക്ക്, ഒരു എസ്.പിയുടെ സുഹൃത്തിനെ പോലും തന്നെ പോലുള്ള ഒരു നീതി നിഷേധിക്കുകയാണെങ്കിൽ സാധാരണക്കാര് ആരെ ആശ്രയിക്കൂടോ? സാറേ, സാറ് ക്ഷമിക്കണം, എന്നെ ഉപദ്രവിക്കരുത്. തനിക്ക് ആരെ വേണമെങ്കിലും ഉപദ്രവിക്കാം, തന്നെ ആരും ഉപദ്രവിക്കരുത്, അല്ലടോ? അർജുന്റെ അച്ഛമ്മ മഹേശ്വരി അമ്മ അവരെ കാണാതായതിന്റെ പരാതിയില് താൻ എന്ത് അന്വേഷണമാണോ നടത്തിയത്? ചോദിക്കുന്നതിന് ഉത്തരം പറ. കാണാതായ മഹേശ്വരി അമ്മയെ കണ്ടെത്താൻ തനിക്ക് സാധിച്ചോ? പിന്നെ എന്ത് അന്വേഷണമാണോ താൻ നടത്തിയത്? സർ, സിറ്റിയിൽ അന്വേഷണം വിപുലമാക്കിയിട്ടുണ്ട്. വിപുലമായ അന്വേഷണം? എന്തോന്ന് വിപുലം? തനിക്ക് നാണം ഉണ്ടോട് ഇങ്ങനെ അഴകുഴവൻ മറുപടി പറയാൻ? ഓക്കെ, തന്റെ കാര്യത്തിൽ എന്ത് നടപടി വേണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. സാറേ, സോറി, ഇനി വീഴ്ചകളൊന്നും ഉണ്ടാവില്ല സാറേ. അർജുൻ, മനഃപൂർവ്വമായി ഞാൻ വീഴ്ചകളൊന്നും വരുത്തിയിട്ടില്ല. സോറി. മിസ്റ്റർ രാജീവൻ. സർ. പറ, നിങ്ങളുടെ ടീമിന് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ കാണാതായ മഹേശ്വരി അമ്മയെ കുറിച്ച്? മഹേശ്വരി അമ്മ അമ്പലത്തിലുണ്ടായിരുന്ന ദിവസം അമ്പലത്തിൽ വന്നവരുടെ മൊബൈൽ ഫോൺ ഡീറ്റെയിൽസ് സൈബർ ടീം പരിശോധിച്ചു. 10 പേരുടെ ഫോണാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അതിലൊരു ഫോൺ സംശയാസ്പദമായി തോന്നി. ഈ ഫോണിന്റെ ഉടമസ്ഥൻ മഹേശ്വരി അമ്മ സഞ്ചരിച്ച പല സ്ഥലങ്ങളിലും പോയതായി കാണുന്നു. സിമ്മിന്റെ ഓണർഷിപ്പ് പരിശോധിച്ചതിൽ നിന്നും അയാളുടെ അവ്യക്തമായ ഫോട്ടോ കിട്ടി. അത് വെച്ച് സെർച്ച് ചെയ്തപ്പോ ചില പഴയ ഫോട്ടോകളും ലഭിച്ചു. ഇതാ സർ. ഈ ഫോട്ടോകളൊന്ന് സെൻഡ് ചെയ്തേക്ക്. സർ. സർ, ഈ നിൽക്കുന്നത് കമ്മീഷണർ ഹേമചന്ദ്രൻ സാറല്ലേ? ശരി, താൻ ചെല്ല. സർ. അർജുൻ, കാര്യങ്ങൾ ഏതാണ്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. കമ്മീഷണർക്കൊപ്പം നിൽക്കുന്ന ആണ്ടവനെ ആദ്യം പൊക്കേണ്ടത്. എടോ, എന്റെ മനസ്സ് പറയുന്നത് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരാള് എന്റെ വീട്ടിൽ തന്നെ ഉണ്ടെന്നാ. അതാരാ അർജുൻ? അഞ്ജന ആന്റി. അജുവേട്ടാ. ആ, പൂജ, താനിപ്പോ എവിടെ? ഞാൻ റൂമിലാ. സ്നേഹയുണ്ട്. ആ, എങ്കിലേ താൻ ഫോണൊന്ന് ലൗഡ് സ്പീക്കറിലിട്. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താ ചേട്ടാ? തന്റെ ഫോണിലേക്ക് ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. ആ, അജുവേട്ടാ കണ്ടു. കമ്മീഷണർ ഹേമേന്ദ്രനും മറ്റൊരാളും കൂടെ നിൽക്കുന്ന ഫോട്ടോയാണിത്.
ആ ആൾ പ്രിയയെ കണ്ടിട്ടുണ്ട്. പ്രിയയോ? താനും സ്നേഹം കൂടി ഈ ഫോട്ടോ അഞ്ജനേൻ്റെ ഒന്ന് കാണിച്ചു നോക്കണം. കമ്മീഷണറോടൊപ്പം നിൽക്കുന്ന ആളെ അറിയാവുന്ന ഒന്ന് ചോദിച്ചു നോക്ക്.